ശ്രീ ജിതിൻ ദേവ് ഇങ്ങനെയുള്ള ഒരാളെ പെട്ടെന്ന് ബി ജെ പിയിലേക്ക് എടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പഴയ കാര്യങ്ങൾ ഇദ്ദേഹം CPM അംഗമാണോ അല്ലയോ എന്നൊക്കെ മാറ്റി നിർത്തുക. CPM ഒരു സഹയാത്രികനാണ് ശ്രീ റെജി ലൂക്കോസ്. CPM നാവായിട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ്. CPM ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാവുന്ന സമയങ്ങളിലെല്ലാം ഇദ്ദേഹം പാർട്ടിയെ രക്ഷിക്കുന്നതിന് വേണ്ടി ചാനൽ ചർച്ചകളിൽ വന്നിരിക്കുന്ന ആളുമായിരുന്നു. അപ്പോൾ അദ്ദേഹം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ BJPയുടെ നാവായി മാറാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അത് ദഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. എങ്ങനെ BJP ഇദ്ദേഹത്തെ ഒരു പാർട്ടിയുടെ ഒരു അസറ്റ് എന്ന രീതിയിൽ കാണും? മഞ്ജുഷ്, അദ്ദേഹം ഇന്ന് BJPയിലേക്ക് വന്ന സമയത്ത് ഇവിടെ ശ്രീ ശ്രീത് പണിക്കർ സൂചിപ്പിച്ച വാചകങ്ങൾക്കപ്പുറത്ത് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാചകം, ദ്രവിച്ച പ്രത്യയശാസ്ത്രങ്ങൾ കേരളത്തെ വൃദ്ധസദനമാക്കി മാറ്റുന്നു. അത് കഴിഞ്ഞ കുറെ കാലമായിട്ട് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കാരണം കേരളത്തിന്റെ പുതുതലമുറ യുവാക്കൾ ജോലി തേടി തൊഴിൽ തേടിയും പഠനത്തിനുമൊക്കെ പുറത്തേക്ക് പോകേണ്ട സാഹചര്യം. ഇന്ന് നമ്മുടെ പല വീടുകളും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ന് അഭിമാനപൂർവ്വം അവർ പറയുന്നത് എന്റെ മകൻ UK യൂറോപ്പിലാണ് എന്ന് പറഞ്ഞാൽ അഭിമാനം കൊള്ളുകയാണ്. പക്ഷേ ഈ UK യൂറോപ്പിലേക്കും ഒക്കെ പോകുന്ന കുട്ടികൾ തിരിച്ച് കേരളത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കൂടുതൽ ആൾക്കാരും അവിടെ തന്നെ പൗരത്വം എടുത്ത് അവിടെ തന്നെ തങ്ങളുടെ ഭാവി ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഇങ്ങനെ UK യൂറോപ്പിലും ഒന്നും പോകാൻ സാധിക്കാത്തവരിൽ ബാക്കിയുള്ളവർ നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് തൊഴിൽ തേടിയായാലും വിദ്യാഭ്യാസത്തിനായാലും മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ന് അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ വാചകം അതാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇത് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത് ഇന്ന് പുലർച്ചെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ എത്രയോ ചാനൽ ചർച്ചകൾ നമുക്കെടുത്ത് പരിശോധിക്കാം. അതിലൊക്കെ അദ്ദേഹം ഇതെല്ലാം ഇപ്പോൾ ഈ തൊഴിലില്ലായ്മയുടെ കാര്യത്തിലൊക്കെ അദ്ദേഹം മോദി സർക്കാരിനെ കുറ്റപ്പെടുത്തുകയും പിണറായി വിജയൻ സർക്കാരിനെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ കേരളം മറ്റ് സംസ്ഥാനങ്ങളെ പോലെ അല്ല, വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലെ അല്ല എന്ന് എത്രയോ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ് അദ്ദേഹം. ഫാസിസ്റ്റ് എന്നേ അദ്ദേഹം BJPയെയും കേന്ദ്ര സർക്കാരിനെയും വിശേഷിപ്പിക്കാറുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് ഈ വാദമുഖങ്ങളെല്ലാം ഒറ്റയടിക്ക് മറന്ന ഒരാൾ എന്ന രീതിയിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുകയില്ലല്ലോ. അദ്ദേഹത്തിന് എന്തെങ്കിലും ലാഭക്കൊതി ഉണ്ടായിരിക്കും, അതല്ലാതെ അദ്ദേഹം BJPയിലേക്ക് വരില്ല. ഉറപ്പുള്ള കാര്യമാണ്. അദ്ദേഹം ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ടോ അത് പ്രകാരമുള്ള ഒരു നിലപാട് മാറ്റത്തിൻ്റെ ഭാഗമായിട്ടോ വരാനുള്ള സാധ്യതയില്ല. ലാഭക്കൊതി മാത്രമേ അതിനകത്തുള്ളൂ. അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് അങ്ങനെയുള്ള എന്തെങ്കിലും ആയിരിക്കും. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, എനിക്ക് പരിഗണനയൊന്നും കിട്ടിയില്ല CPMൽ നിന്ന്. മഞ്ജുഷേ, ഈ ലാഭക്കൊതി എന്നുള്ള വാക്ക് അങ്ങ് ഉപയോഗിക്കുന്ന ഒരു അഭ്യർത്ഥന എനിക്കുണ്ട്. കാരണം അങ്ങേപ്പോഴൊരു മുതിർന്ന മാധ്യമപ്രവർത്തകർ ഇത് ഉപയോഗിക്കരുത്. കാരണം ഇന്ന് റെജി ലൂക്കോസ് പാർട്ടി വിട്ടു പോകുന്ന അല്ലെങ്കിൽ BJPയിൽ അംഗത്വം എടുക്കുന്ന ആ സമയത്ത് ഇവിടെ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് അവകാശപ്പെടുന്ന ചില മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട അവതാരകർ ഏതോ ഒരു മരണ വീട്ടിലെ വാർത്ത വായിക്കുന്നത് പോലെയാണ് വായിക്കുന്നത്. ഞെട്ടൽ രേഖപ്പെടുത്തുന്നു, നടുക്കം രേഖപ്പെടുത്തുന്നു. നോക്കൂ, BJP എന്ന് പറയുന്നത് ഈ രാജ്യം ഭരിക്കുന്ന പ്രസ്ഥാനമാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടിയാണ്. എന്തുകൊണ്ട് BJPയിൽ ആൾക്കാർ ചേരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. BJPയിലേക്ക് ചേരുന്നത് ഏതോ വലിയ പാതകം എന്ന രീതിയിൽ അവതരിപ്പിക്കാനാണ് ചില മാധ്യമങ്ങൾ നറേറ്റീവുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ശ്രീ ജിതിൻ ദേവ്, താങ്കളും കണ്ടിട്ടുള്ളതാണല്ലോ റെജി ലൂക്കോസ് ചാനൽ ചർച്ചകളിൽ വന്ന് ഇരുന്ന് പറയുന്ന കാര്യങ്ങൾ. പാർട്ടിയെ പ്രതിരോധത്തിലാക്കുവാനേ അദ്ദേഹത്തിന്റെ ചർച്ചകൾ സഹായകരമായിരുന്നിട്ടുള്ളൂ പലതവണയും. അത് താങ്കളും അദ്ദേഹത്തിനെതിരെ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള ആളാണല്ലോ. അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ അത് ഏതറ്റം വരെ പോകാറുണ്ട് എന്ന് താങ്കൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരാളെ സ്വീകരിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ BJPയിലേക്ക് ആരെങ്കിലും വരുന്നതിനെ കുറിച്ചല്ല. മഞ്ജുഷേ, ഞാനും അങ്ങയ്ക്കൊപ്പം തന്നെ റെജി ലൂക്കോസുമായിട്ട് കുറേയധികം ചർച്ചകൾ ഇരുന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ ചർച്ചകളിൽ നിന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഒരു ഇരുത്തം വന്ന അന്തംകമ്മി അല്ലെന്നുള്ളതാണ്. കാരണം അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഞാൻ പറയാം. ശബരിമലയിലെ തീവെട്ടിക്കുള്ള സമയത്ത് അദ്ദേഹം നടത്തിയ ചർച്ചകളിൽ അദ്ദേഹം ഈ തെറ്റുകാരെ മുഴുവൻ തള്ളിപ്പറയാൻ തയ്യാറായ വ്യക്തിയാണ്. ഇവിടെ CPMന്റെ നേരത്തെ നിങ്ങൾ കാണിച്ച കോട്ടയത്തെ ജില്ലാ സെക്രട്ടറി പറയുന്നത് പോലെ പാർട്ടി നിശ്ചയിച്ച സഖാക്കന്മാർ വന്നിരുന്ന് ഇവിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയെ തീവെട്ടിക്കൊള്ളയെ ന്യായീകരിക്കുകയായിരുന്നു. പക്ഷെ അതിന്റെ ഒരു പരിധി വരെയെങ്കിലും അതിനെ തെള്ളിപ്പറയാൻ തയ്യാറായ ഒരു ഇടതുപക്ഷ സഹയാത്രികൻ ആണ് ശ്രീ റെജി ലൂക്കോസ്. അതേപോലെ തന്നെ ഇപ്പോൾ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പിണറായി വിജയനെ തള്ളി പറയുന്ന ശ്രീ ഹസ്കർ. ഇവരൊക്കെ ചില നിലപാടുകൾ എടുക്കുന്നുണ്ടായിരുന്നു, അത് നമുക്കില്ലെന്ന് പറയാം. പക്ഷെ CPMൽ നിഷേധിക്കാൻ സാധിക്കും. ഇവരൊന്നും ഞങ്ങൾക്കൊപ്പം അല്ല, ഇവരൊക്കെ പുറത്തു നിൽക്കുന്ന ആൾക്കാരാണ്, ഞങ്ങളെങ്ങനെ പുറത്താക്കും എന്നുള്ളതൊക്കെ അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ ശ്രീ റെജി ലൂക്കോസിന് ഇത്തരത്തിൽ ഒരു നിർണായക തീരുമാനം എടുക്കാൻ തോന്നി. പിന്നെ റെജി ലൂക്കോസ് മാത്രമല്ലല്ലോ മഞ്ജുഷേ, ഇതേപോലെ ഒരു സുപ്രഭാതത്തിൽ കളം മാറ്റി ചവിട്ടിയ ആൾക്കാർ ഇപ്പം ഇവിടെ നിന്ന് പോയിട്ട് BJPന്ന് പോയിട്ട് അപ്പുറത്ത് പോയി ഘോരം BJP എന്ന് പറയുന്ന സംഘടനയെ ഞാൻ പ്രവർത്തിച്ചിട്ടില്ല എന്ന മട്ടിൽ വാദിക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അവരുടെയൊക്കെ രാഷ്ട്രീയ നിലപാട് എന്താണ് അത് നാം പരിശോധിക്കണം. ഈ
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.